വധശ്രമക്കേസിൽ ഒളിവിൽ കഴിയുന്ന യൂട്യൂബർ ഖാദർ കരിപ്പൊടിക്കെതിരെ പോക്സോ കേസും 11 വയസ്സുള്ള പെൺകുട്ടിയെ അപമാനിച്ച സംഭവത്തിൽ 2014 കേസ് രജിസ്റ്റർ ചെയ്തത്. പോക്സോ കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കാസർഗോഡ് ഹൊസ്ദുർഗ കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചു. ഒളിവിൽ കഴിയുന്ന ഖാദർ കരിപ്പൊടിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനഘ, ഈ ഖാദർ കരിപ്പൊടി നമുക്കറിയാം, ഈ ജിഹാദികൾ വലിയ തോതിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന ഒരു യൂട്യൂബറാണ്. പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടുകാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഒക്കെയാണ് ഇയാൾക്ക് കൈയടിച്ചത്. എന്തായാലും ഇയാളുടെ ഈ യൂട്യൂബിലെ ചാട്ടം കണ്ടപ്പോഴേ നമുക്കറിയായിരുന്നു ഈ പോക്ക് എങ്ങോട്ടാണെന്ന്. ഇപ്പോൾ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? അമൽ ഗൗതം, അതായത് കാസർകോട്ടെ യൂട്യൂബർ ആയിട്ടുള്ള ഖാദർ കരിപ്പൊടിക്കെതിരെ പോലീസിനെ ആക്രമിച്ച കേസുണ്ട്, KCB ജീവനക്കാരനെ ആക്രമിച്ച കേസുണ്ട്. ഏറ്റവും ഒടുവിൽ വധശ്രമത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഒളിവിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഖാദർ കരിപ്പൊടിക്കെതിരെ പോക്സോ കേസ് കൂടി ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. 2014 തന്റെ യൂട്യൂബ് ചാനലിലൂടെ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ ഇദ്ദേഹം വീഡിയോ ചെയ്തതും ആ കുട്ടിയെ അവിടെ ഇരുത്തി തന്നെയായിരുന്നു ഈ വീഡിയോ ചെയ്തത് എന്നൊക്കെ ഉള്ളതാണ്. ഈ സംഭവത്തിലാണ് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഹർജി ഉണ്ടായിരുന്നു. ഈ ഹർജിയിൽ കോടതി വാദം കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഖാദർ കരിപ്പൊടി എന്നുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഒരു വിഭാഗം വലിയ രീതിയിൽ ഖാദർ കരിപ്പൊടിയെ ഈ ഖാദർ കരിപ്പൊടിയെ മുൻനിർത്തി സമരം നയിക്കുന്നു. സമൂഹത്തിലെ വിവിധ ആളുകൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. യൂട്യൂബിൽ വലിയ കയ്യടിയൊക്കെ ഒരു വിഭാഗം ഇയാൾക്കെതിരെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഖാദർ കരിപ്പൊടിയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ഒരാളെ തന്നെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഈ മർദ്ദന കേസിലാണ് ഇപ്പോൾ വധശ്രമത്തിന് പോലീസ് കേസെടുക്കുന്നു. ഈ കേസെടുത്തതിന് പിന്നാലെയാണ് ഖാദർ കരിപ്പൊടി ഇപ്പോൾ ഒളിവിൽ പോയത് എന്നുള്ളതാണ്. ഒളിവിൽ ഇരുന്നും ഇയാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ജനം TV അടക്കമുള്ള മാധ്യമങ്ങളെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അതായത് ഇത്തരത്തിൽ ഖാദർ കരിപ്പൊടി ചെയ്ത ഈ അതിക്രമങ്ങളൊക്കെ വാർത്തയാക്കിയതിനെതിരെയായിരുന്നു ഈ മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ആ വിമർശനം ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ഖാദർ കരിപ്പൊടി ഈ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കാസർഗോഡ് അഹദിനെ മർദ്ദിക്കുന്ന, അതിക്രൂരമായി മർദ്ദിക്കുന്ന, സ്വകാര്യ ഭാഗത്തടക്കം ചവിട്ടുന്ന, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പുതിയ ദൃശ്യങ്ങൾ കൂടി ജനം TV ആണ് ആ ദൃശ്യം ആദ്യം പുറത്തേക്ക് കൊണ്ടുവരുന്നതും അത് പുറം ലോകത്തെ കാണിക്കുന്നതും. അങ്ങനെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അതിന് പിന്നീട് വീഡിയോ ചിത്രീകരിച്ച് ഖാദർ കരിപ്പൊടി വന്നിട്ടില്ല. പക്ഷേ ഇത്രയധികം ക്രിമിനൽ കേസുകളൊക്കെ ഉള്ള, പോക്സോ കേസ് പോലുമുള്ള ഖാദർ കരിപ്പൊടി ഇപ്പോഴും ഒളിവിലാണ്. വധശ്രമത്തിന് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയിരിക്കുകയാണ്. ഖാദർ കരിപ്പൊടി എവിടെ എന്ന ചോദ്യത്തിന് കാസർഗോഡ് പോലീസിന് ഒരു ഉത്തരവും ഇതുവരെ തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ മർദ്ദനമേറ്റ അഹദടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഖാദർ കരിപ്പൊടിക്ക് ചില നേതാക്കളുമായി, കോൺഗ്രസിലെ ചില നേതാക്കളുമായി ബന്ധമുണ്ട്, മുസ്ലിം ലീഗിലെ ചില ഉന്നതരുമായി കൃത്യമായി ബന്ധമുണ്ട്. ഈ സ്വാധീനമൊക്കെ ഉപയോഗിച്ചാണ് പോലീസിന്റെ ഈ ഖാദർ കരിപ്പൊടിയെ പിടികൂടാൻ പോലീസ് മെല്ലെപ്പോക്ക് കാണിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഗൗതം, അമൽ, അതായത് അനഘായി ഖാദർ കരിപ്പൊടി ഇയാള് ഈ വലിയ മുസ്ലിം സ്നേഹമൊക്കെ യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്ന ഒരാളായിരുന്നല്ലോ. എന്നിട്ടൊരു മുസ്ലിം സഹോദരനെ തന്നെയാണ് ഇയാൾ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മാത്രമല്ല, ഈ പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഇയാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കാസർഗോഡ് പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും മാധ്യമങ്ങൾക്കും മറ്റും നൽകുന്നില്ലേ? ഗൗതം, അതായത് ഈ ഖാദർ കരിപ്പൊടി ഏറ്റവും അധികം ഒരുപക്ഷെ വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചത് BJP നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ ജനം TVക്കെതിരെ വലിയ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രംഗത്ത് വന്നിരുന്ന ഈ ഖാദർ കരിപ്പൊടിക്കെതിരെ നോക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസുകാരനെ ആക്രമിച്ച കേസിൽ റിമാൻഡിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് KSAB ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസ്, പോക്സോ കേസ്, ഒപ്പമുണ്ടായിരുന്ന
അഹദ് എന്ന് പറയുന്ന ഈ കാസർഗോഡ് സ്വദേശിയെ തന്നെ സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം. ഇങ്ങനെ നിരന്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റേതെങ്കിലും ആളാണെങ്കിൽ ഒരുപക്ഷെ കാപ്പ ചുമത്തി നാട് കടത്തേണ്ട തരത്തിലുള്ള ഒരു ക്രിമിനലാണ് ഖാദർ കരിപ്പൊടി എന്നുള്ളതാണ് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ തന്നെ 10ഓളം FIR ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിയെ ഇത്രയായിട്ടും കേരള പോലീസിന് കാസർഗോഡ് പോലീസിന് പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പ്രതിയെ നിസ്സാരം പിടികൂടാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ മർദ്ദനമേറ്റ അഹദ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് പോലെ മുസ്ലിം ലീഗിലെ പല ഉന്നത നേതാക്കളുമായി ഖാദർ കരിപ്പൊടി നിൽക്കുന്ന വീഡിയോകളും അവർക്കൊപ്പം വീഡിയോ ചെയ്യുന്നതുമൊക്കെ അദ്ദേഹത്തിന്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇടപെടൽ പോലീസിന്റെ മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയധികം ദിവസങ്ങളായിട്ടും ഈ ഖാദർ കരിപ്പൊടിയെ കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഇയാൾക്ക് വിദേശത്തേക്ക് കടക്കാൻ സാധിക്കില്ല. നേരത്തെ പോലീസിനോട് സംസാരിച്ച സമയത്ത് ഇവർ പറയുന്നത് ഈ ഖാദർ കരിപ്പൊടി കേരളം വിട്ട് കർണാടകയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. എവിടെയും ഖാദർ കരിപ്പൊടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ മലർത്തുകയാണ് കാസർഗോഡ് പോലീസ് എന്നുള്ളതാണ്. എന്തായാലും ഈ അഹദ് അടക്കം ഈ മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുക്കും ഈ വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഖാദർ കരിപ്പൊടി ഒളിവിലാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഖാദർ കരിപ്പൊടി വിവാദ യൂട്യൂബറാണ്. പല കാലഘട്ടങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളെ വെള്ളപൂശി രംഗത്തെത്തുകയും രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി ഇയാൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഖാദർ കരിപ്പൊടിക്കെതിരെ പോക്സോ കേസും നിലവിലുണ്ട്. 2014 ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഈ മഹാൻ ഒരു ഭാഗത്ത് നിന്ന് BJPക്കും RSSനും ഒക്കെ എതിരെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. കരിപ്പൊടി ഇനി എപ്പോൾ പൊങ്ങുമെന്ന് അറിയത്തില്ല. കാരണം കേരളം ആയതുകൊണ്ട് ഇവിടെ കരിപ്പൊടിക്കും പാസ്റ്റർമാർക്കും ഒക്കെ നല്ല സമയമാണ്. പിന്നെ മുങ്ങാൻ ഇപ്പോൾ വേറൊരു സ്റ്റേറ്റ് കൂടെ ഉണ്ട്, കർണാടക. അവിടെയും കോൺഗ്രസിന്റെ ഭരണമാണല്ലോ. BJPയുടെ ഭരണമായിരുന്ന കരിപ്പൊടിയെ ഇപ്പോൾ അരിപ്പൊടിയാക്കിയത് കർണാടകയിലെ പോലീസ്. യെസ്, അത് തന്നെയാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.